ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഹിമാലയനിൽ ചെറിയൊരു മോഡിഫിക്കേഷൻ ചെയ്യാൻ പോവുകയാണ്. ചെറിയൊരു മോഡിഫിക്കേഷനാണ്. മോഡിഫിക്കേഷൻ ചെയ്യുന്നത് 4 ഇൻഡിക്കേറ്റർ സിസ്റ്റത്തിലാണ് ഒരു മോഡിഫിക്കേഷൻ ചെയ്യുന്നത്. നമ്മുടെ ഡീഫോൾട്ടായിട്ട് നമ്മുടെ വണ്ടിയിൽ ഈ ഒരു ഹസാർഡ് സിസ്റ്റമാണ് ഉള്ളത്. ഈ ഹസാർഡ് സിസ്റ്റം ഞെക്കുമ്പോഴത്തേക്കും ഈ പറയുന്ന ഹസാർഡ് ലൈറ്റ് ഞെക്കുമ്പോഴത്തേക്കും ഒരൊറ്റ പാറ്റേണിൽ മാത്രമാണ് ഈ 4 ഇൻഡിക്കേറ്റർ ഈ ഹസാർഡ് സിസ്റ്റം വർക്കാവുന്നത്. ബാക്കിലും അങ്ങനെ തന്നെയാണ്. അപ്പം ഈ ഒരു സിസ്റ്റത്തിൽ ചെറിയൊരു അപ്ഗ്രേഡ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഒരു FlashX എന്ന് പറഞ്ഞൊരു ഹസാർഡ് ഫ്ലാഷ് മോഡ്യൂൾ എന്ന് പറഞ്ഞൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ റേസ്ഡൈനാമിക്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഒരു ഹസാർഡ് മോഡ്യൂളാണിത്. ഈ FlashX എന്ന് പറഞ്ഞ ഈ ഹസാർഡ് മോഡ്യൂൾ ഉണ്ടാക്കുന്നത് റേസ്ഡൈനാമിക്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. ഈ റേസ്ഡൈനാമിക്സ് എന്ന് പറഞ്ഞ കമ്പനി നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ BS4 ഹിമാലയനിലും BS6 ഹിമാലയനിലൊക്കെ ഒരു പവർട്രോണിക്സ് എന്ന് പറഞ്ഞൊരു ECU അവരുണ്ടാക്കുന്നുണ്ട്. ഒരു പെർഫോമൻസ് ECU ആണ്. മാപ്പിംഗ് ഒക്കെ ചെയ്ത് നമ്മുടെ വണ്ടീൻ്റെ പെർഫോമൻസ് ഒക്കെ മാറ്റാൻ പറ്റും. പിന്നെ ഫ്യൂലിക്സ് എന്ന് പറഞ്ഞൊരു ഫ്യൂൽ ഇഞ്ചക്ഷനിൽ ഒരു മോഡ്യൂൾ അവർ ഇറക്കുന്നുണ്ട്. മറ്റേ കുറച്ചും കൂടെ പെർഫോമൻസ് മൈലേജൊക്കെ കിട്ടാൻ വേണ്ടി. അങ്ങനെ കുറേ പ്രോഡക്റ്റ് ഈ പറയുന്ന റേസ്ഡൈനാമിക്സ് ഇറക്കുന്നുണ്ട്. അതിൽ ഒരെണ്ണമാണ് ഈ പറയുന്ന FlashX എന്ന് പറഞ്ഞ ഈ ഒരു മോഡ്യൂള്. ഇതിൽ 60 പാറ്റേൺസ് ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഈ ഒരു സാധനത്തിന് വേറെ പ്രത്യേകം എന്ന് വെച്ചാൽ നമ്മുടെ ഇൻഡിക്കേറ്റർ മാത്രമല്ല, ഈ പറയുന്ന ബ്രേക്ക് ലൈറ്റിലും കൂടെ ആ ഒരു സിസ്റ്റം ചെറുതായിട്ട് വർക്കാവും. ഇതിൻ്റെ വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ ആണ്. ജസ്റ്റ് വയറൊന്നും കട്ട് ചെയ്ത് ഷോർട്ടൊന്നും ചെയ്ത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്കിതിൻ്റെ വരുന്ന ഇൻഡിക്കേറ്റർ സിസ്റ്റത്തിൽ ജസ്റ്റ് പ്ലഗ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ 3 വർഷം വാറണ്ടി ഉണ്ട്. വാട്ടർ പ്രൂഫാണ്, വെതർ പ്രൂഫാണ്, ഷോക്ക് പ്രൂഫാണ്, മെമ്മറി റീകാൾ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അങ്ങനെ കുറേ ഓപ്ഷനുണ്ട്. ഇത് നമ്മൾ മേടിച്ച ശേഷം ഇതിൽ ഒരു താഴെ ഒരു ബാർകോഡ് പോലത്തെ സംഭവമുണ്ട്. ബാർകോഡല്ല, QR കോഡുണ്ട്. ഇതിൽ ഇത് സ്കാൻ ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു ഗൂഗിൾ ഫോം വരും. ഗൂഗിൾ ഫോമിൽ നമ്മുടെ വാങ്ങിച്ചതിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് 3 വർഷത്തെ വാറണ്ടി രജിസ്റ്റർ ആയിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും ആവശ്യത്തിന് നമ്മുടെ ഇത് പ്രശ്നമാവുന്നെങ്കിൽ ഈ കമ്പനി കോൺടാക്ട് ചെയ്താൽ മതി. നമുക്കിത് റീപ്ലേസ് ചെയ്ത് പുതിയ പീസ് തരും. ഈ FlashX എന്ന് പറഞ്ഞ ഒരു മോഡ്യൂളിൻ്റെ വില എഴുതിയിരിക്കുന്ന വില 1999 രൂപയാണ് വില. പല വെബ്സൈറ്റിൽ 1700 രൂപ, 1900 രൂപ, 1800 രൂപയ്ക്കൊക്കെ കിട്ടും. പക്ഷേ ഇതെനിക്ക് കിട്ടിയത് 1200 രൂപയ്ക്കാണ്. നമ്മുടെ ചെന്നൈയിലുള്ള ഒരു ഡീലറുണ്ട്, എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. ഈ പുള്ളിൻ്റെ നിന്നാണ് ഞാൻ വണ്ടീനെ പല സാധനങ്ങൾ വാങ്ങിച്ചത്. അപ്പോഴത്തേക്ക് ആ ഒരു കോൺടാക്റ്റ് ഉള്ളത് കൊണ്ട് ഈ 1200 രൂപയ്ക്ക് അതാണ് കിട്ടിയത്. 1200 രൂപയ്ക്ക് ഇത് ലാഭമാണ്. 1200 രൂപയ്ക്ക് വേറെ ഒരു സ്ഥലത്തും ഈ FlashX കിട്ടത്തില്ല. ഒറിജിനൽ തന്നെയാണ്. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. ഈ FlashX വേറെ വണ്ടിയിൽ സൂട്ട് ആവത്തില്ല. കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ FlashX ഹിമാലയന് വേണ്ടിയുള്ള സോക്കറ്റിന് വേണ്ടിയാണ് ഈ ഒരു മോഡൽ ഇറക്കിയിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഒരു കണക്ഷൻ ചെയ്യാനായിട്ട് ഒരു വയർ കൊടുത്തിട്ടുണ്ട്. പിന്നെ FlashXൻ്റെ ഒരു സ്റ്റിക്കർ ഉണ്ട്. പിന്നെ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവലുണ്ട്. വേറൊരു സ്റ്റിക്കറും കൂടെ ഉണ്ട്. അത് വൈറ്റ് സ്റ്റിക്കറാണ്, ഇത് ബ്ലാക്ക് സ്റ്റിക്കറാണ്. പിന്നെ ഈ ഒരു മോഡ്യൂളും കൂടെ ഉള്ളത് ഇതാണ്. ഈ ഒരു മോഡ്യൂൾ കണ്ട ഇവിടെ ഒരു സീരിയൽ നമ്പർ എഴുതിയിരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ വാറണ്ടി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഈ സീരിയൽ നമ്പറും കൂടെ കൊടുത്തു വേണം ഈ ഒരു മോഡ്യൂൾ നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ. പിന്നെ ഇതിൽ കണക്ഷൻ ചെയ്യാനുള്ള ഒരു സോക്കറ്റിൻ്റെ ഓപ്ഷനും ഉണ്ട്. കണ്ട ഇതിൻ്റെ 2 സൈഡിലായിട്ട് 2 LED ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന ഹസാർഡ് സിസ്റ്റത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലാണോ പ്രശ്നം, റൈറ്റ് സൈഡിലാണോ പ്രശ്നമെന്ന് ഇതിൻ്റെ LED ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്കപ്പം ഇത് വണ്ടിയിൽ ഫിറ്റ് ചെയ്യാം. വണ്ടിയിൽ ഫിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ വണ്ടീൻ്റെ സീറ്റ് ഇളക്കണം. സീറ്റിൻ്റെ അടിയിലാണ് നമ്മളിത് ആക്ച്വലി കണക്ട് ചെയ്യുന്നത്. നമുക്ക് സീറ്റ് മാറ്റാം. ഇത് ആ സീറ്റ് ഇളക്കുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് നമുക്കിടെ ബാക്ക് ലൈറ്റ്, റിയർ ബ്രാക്ക് ലൈറ്റിൻ്റെ വയറാണ്. ഇത് ഇൻഡിക്കേറ്റർ സിസ്റ്റത്തിൻ്റെ വയറാണ്. ഈ വയറ് നേരെ ഈ ഒരു സിസ്റ്റത്തിലോട്ടാണ് വരുന്നത്. കണ്ട ഈ ഒരു സിസ്റ്റത്തിലോട്ടാണ് വരുന്നത്. അപ്പം ഈ ഒരു സോക്കറ്റിൽ വേണം. കണ്ട ഈ ഒരു സോക്കറ്റ് കണ്ട, ഈ ഒരു സോക്കറ്റാണ് നേരെ ഇങ്ങോട്ട് പോയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സോക്കറ്റിലാണ് നമ്മളിപ്പം ആ FlashX ആ ഒരു മോഡ്യൂൾ കണക്ട് ചെയ്യുന്നത്. കണ്ട ഈ ഒരു സോക്കറ്റ് നമ്മൾ ഊരണം.
ഇതൊരു സോക്കറ്റ് നമ്മൾ ഊരിയിട്ടുണ്ട്, മൊത്തം ക്ലാവ് പിടിച്ചിരിക്കുന്നു. കുറച്ച് ഓയിൽ അടിച്ച് നോക്കാം. അടുത്തത് ഈ ഒരു മോഡ്യൂളുണ്ടല്ലോ, ഈ ഒരു മോഡ്യൂളിൽ ഈ വയർ കണക്ട് ചെയ്യണം. കണ്ട, ഈ വയറിലും എഴുതിയിട്ടുണ്ട് റോയൽ എൻഫീൽഡ് ഹിമാലയൻ എന്ന്. കണ്ട, നമ്മളപ്പോൾ ആദ്യം ഇതിൽ വേണ്ടിയുള്ള സോക്കറ്റ് കണക്ട് ചെയ്യും. കണ്ട, കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് ഈ 2 വയറാണുള്ളത്. ഈ നമ്മളിപ്പം ആ ഒരു മോഡ്യൂളിൽ ഒരു ഫീമെയിൽ കൊണ്ട് ഒരു ഫീമെയിൽ കൊണ്ട് ഒരു മെയിൽ കണക്ടറുണ്ട്. നമ്മളപ്പോൾ ഊരിയതിൽ നമ്മളിപ്പോൾ അതിലും ഒരു ഫീമെയിൽ കൊണ്ട് ഒരു മെയിലുണ്ട്. അപ്പം ഇതിൻ്റെ ഫീമെയിൽ എടുത്ത് ഇതിൻ്റെ മെയിലിൽ കൊടുക്കണം. മെയിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫീമെയിൽ എടുത്ത് ഇതിൻ്റെ മെയിലിലും കൊടുക്കണം. കാണാൻ പറ്റുന്നുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. കണ്ട, നമ്മളിപ്പോൾ എല്ലാം കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. BS3, BS4, BS6 വണ്ടികൾക്കെല്ലാം ഈ ഒരു രീതിയിൽ തന്നെയാണ് കൊടുക്കുന്നത്. ഇത് BS3 ആയതുകൊണ്ട് ചെറിയൊരു പ്രത്യേകതയും കൂടെ കാര്യം വെച്ചാൽ നമ്മൾ ഇഗ്നീഷൻ ഓണാക്കുന്ന സമയത്ത് ഒന്നും സംഭവിക്കത്തില്ല. നമുക്ക് ഈ ഒരു പാർക്ക് ലൈറ്റ് ഇട്ടാൽ മാത്രമേ, കണ്ട, ഞാൻ ഇപ്പോൾ പാർക്ക് ലൈറ്റ് ഇട്ടപ്പോഴത്തേക്കും കണ്ട ബ്ലിങ്ക് ചെയ്ത് നിൽക്കുന്നുണ്ട്. കണ്ട, ആക്ച്വലി അപ്പോൾ വർക്കിംഗ് ആണ് സംഭവം. ലൈറ്റ് കത്തി നിൽക്കുകയാണ് ഇപ്പം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പാറ്റേൺ സെറ്റ് ചെയ്യാനായിട്ടാണെങ്കിൽ ഫസ്റ്റ് റൈറ്റ്, പിന്നെ ലെഫ്റ്റ്, പിന്നെ റൈറ്റ്, പിന്നെ സെൻറ്റർ, അങ്ങനെയാണ് ഇതിൻ്റെ ആക്ച്വലി ചെയ്യേണ്ടത്. ഞാൻ ചെയ്ത് നോക്കാം. റൈറ്റ്, ലെഫ്റ്റ്, റൈറ്റ്, സെൻറ്റർ. കണ്ട, പാറ്റേൺ മാറിയിട്ടുണ്ട്. ഫ്രണ്ട് കാണിച്ചു. കണ്ട, കത്തുന്നത് വേറൊരു പാറ്റേണിലാണ് ഇപ്പോൾ കത്തുന്നത്. ഇനി ഈ പാറ്റേൺ മാറ്റാനായിട്ടാണെങ്കിൽ ലെഫ്റ്റിലോട്ട് മാറ്റിയിട്ട് സെൻറ്ററിലോട്ട് ചെയ്യണം. അപ്പം വീണ്ടും ആ പാറ്റേൺ മാറിയിട്ടുണ്ട്. കണ്ട, കണ്ട, പാറ്റേൺ മാറിയിട്ടുണ്ട്. കണ്ട, ഇതിൽ നമുക്ക് പാറ്റേൺ മാറുന്നതായിട്ട് കാണാം. നമുക്കപ്പോൾ വീണ്ടും അടുത്തൊരു പാറ്റേൺ നോക്കാം. നമ്മളിപ്പോൾ ലെഫ്റ്റിലോട്ട് ഞെക്കി സെൻറ്ററിലോട്ട് ഞെക്കി സേവ് ചെയ്തു. കണ്ട, വീണ്ടും ലെഫ്റ്റിലോട്ട് ഞെക്കി സെൻറ്റർ അടിച്ച് അടുത്തൊരു മോഡ് സേവ് ചെയ്തു. അങ്ങനെ 60 പാറ്റേൺസ് ഇതിലുണ്ട്. നമ്മളിപ്പോൾ പാറ്റേൺ സെറ്റ് ചെയ്യാനായിട്ടാണെങ്കിൽ നമ്മളിപ്പോൾ ഓഫാക്കിയിട്ട് ഓണാക്കിയാൽ കണ്ട, ജസ്റ്റ് ഒന്ന് ബ്ലിങ്ക് ചെയ്ത് നിൽക്കും. എന്നിട്ട് നമ്മളിപ്പോൾ ഇത് ഓണാക്കാനാണെങ്കിൽ റൈറ്റ്, ലെഫ്റ്റ്, റൈറ്റ്, സെൻറ്റർ. കണ്ട, പാറ്റേൺ സെലക്ട് ചെയ്തിട്ടുണ്ട്. അടുത്തത് സെലക്ട് ചെയ്യാനാണെങ്കിൽ അടുത്തൊരു പാറ്റേൺ സെലക്ട് ചെയ്യാനാണെങ്കിൽ ലെഫ്റ്റ്, സെൻറ്റർ. കണ്ട, അടുത്തൊരു പാറ്റേണിലാണ് കത്തുന്നത്. അടുത്താണെങ്കിൽ ലെഫ്റ്റ്, സെൻറ്റർ. ഇപ്പോൾ ഒരു പാറ്റേണിൽ കത്തിയില്ല. അപ്പോൾ ഈ പാറ്റേൺ സേവ് ചെയ്ത് ഓഫ് ചെയ്യാനാണെങ്കിൽ റൈറ്റ് ടോഗിൾ ചെയ്ത് സെൻറ്റർ നിൽക്കുമ്പോഴത്തേക്കും ഓഫ് ആയിക്കോളും. മറ്റേത് സേവും ആയിട്ടുണ്ടാവും. നേരത്തെ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു പാറ്റേൺ സേവ് ആയിട്ടുണ്ടാവും. നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. റൈറ്റ്, ലെഫ്റ്റ്, റൈറ്റ്, സെൻറ്റർ. കണ്ട, നേരത്തെ കത്തിക്കൊണ്ടിരുന്ന ആ ഒരു പാറ്റേൺ തന്നെയാണ് ഇപ്പോൾ കത്തുന്നത്. അപ്പോൾ ഇത് ഓഫാക്കാനാണെങ്കിൽ റൈറ്റ്, സെൻറ്റർ ഓഫായിട്ടുണ്ട്. അപ്പം ഈ സിസ്റ്റം പക്ക വർക്കിംഗ് കണ്ടീഷനാണ്. ഈ പറയുന്ന ഹെഡ്ലൈറ്റ് ഇട്ടാലും ഈ സിസ്റ്റം വർക്കാവും. കണ്ട, ഹെഡ്ലൈറ്റ് ഇട്ടിട്ടുണ്ട്, ഇപ്പോഴും ഈ സിസ്റ്റം വർക്കാവുക തന്നെയാണ്. അപ്പം സേവ് ചെയ്ത് ഓഫാക്കാനാണെങ്കിൽ റൈറ്റ്, സെൻറ്റർ ഓഫായിട്ടുണ്ട്. ഇത്രേ ഉള്ളു പരിപാടി. എങ്ങനെയുണ്ട്? എന്നിട്ട് ഇതെല്ലാം കൂടെ മടക്കി ഇതിൻ്റെ ഇടയിൽ കയറ്റി വയ്ക്കണം. എന്നിട്ട് അടച്ചു വയ്ക്കണം. ഇത്രേ ഉള്ളു പരിപാടി. BS3 മാത്രമാണ് ഈ ഫോഗ് ലൈറ്റ് ഇടേണ്ടത്. BS4 ചെയ്യേണ്ട കാര്യമില്ല. BS6 എനിക്ക് തോന്നുന്നു ഹസാർഡ് സിസ്റ്റം
ഇടണോ എന്നൊരു സംശയമുണ്ട്, എനിക്ക് കറക്റ്റ് അറിയത്തില്ല. പക്ഷേ BS6 സെയിം മോഡ്യൂൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്, ഒരു മാറ്റമില്ല. പക്ഷേ ഓണാക്കുന്ന സിസ്റ്റം മാത്രമേ എനിക്കൊരു സംശയമുള്ളൂ. ഇങ്ങനെ BS6 വണ്ടിയിൽ കണ്ടപ്പോഴത്തേക്കും ഇതേപോലെ തന്നെയാണ്, ജസ്റ്റ് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ലെന്നാണ് പറയുന്നത്. ജസ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് സെൻറ്റർ ചെയ്യുമ്പോഴത്തേനും ഹസാർഡ് സിസ്റ്റം ഓൺ ആവുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഹസാർഡ് സിസ്റ്റം വണ്ടിയിൽ സെറ്റാക്കിയിട്ടുണ്ട്. ഏകദേശം വണ്ടിയെല്ലാം റെഡിയായിട്ട് ഏകദേശം എനിക്ക് വേണ്ട അത്യാവശ്യം വേണ്ട എല്ലാ മോഡിഫിക്കേഷനും അപ്ഗ്രേഡ്സൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെ വീഡിയോകൾ നിങ്ങൾ കാണുമെന്നാണ് വിശ്വസിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം വേറെ പ്രത്യേകിച്ചൊന്നും പറയില്ല. ഇനി വണ്ടിയിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് എല്ലാം കൂടെ ചേർത്തൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം വേറെ ഒന്നും പറയാനില്ല. അപ്പം ശരി, അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നവരെ ഗുഡ് ബൈ ഫ്രം ജിതിൻ. ടാറ്റാ.